ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ MIT പെർഫോമൻസ് ട്രാക്കർ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് കമ്പനി ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അവരുടെ OTTയും MIT നമുക്കൊരു ഡാഷ്ബോർഡ് പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ലോഗിൻ പേജ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് എംപ്ലോയി കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഇത് അഡ്മിന്റെ ഡാഷ്ബോർഡ് വ്യൂ ആണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടീംസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓഫീസില്. ഇപ്പം ടീം ബേസ്ഡിലാണ് നമ്മൾ പോയിന്റിന്റെ ലീഡർ ബോർഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടീം ബേസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഫസ്റ്റിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫുൾ ഡേ കൺസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവർ മാത്രം ഇപ്പോൾ 30 ദിവസവും OTT MIT റെഗുലർ ആയിട്ട് ഇടുന്നവരെയാണ് നമ്മൾ ടീം വാരിയേഴ്സ് എന്നുള്ളതിനകത്തോട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ടീം എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെ ഇപ്പൊ 90 ഓർ 95 ഇട്ടത്. അത് കഴിയുമ്പം ആക്സ്ട്രാറ്റസ് എന്ന് പറയുന്നത് ജസ്റ്റ് 80-85 അങ്ങനെ നമ്മൾ ഈ ടീമിന്റെ ഷഫ്ലിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബാക്കെൻഡിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. സോ 30 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മന്ത് എൻഡ് ആകുമ്പോൾ 30 ഓർ 31st ആകുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതിൽ കാൽക്കുലേഷന്റെ ബേസിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എംപ്ലോയീസ് ഷഫിളായി ഓരോരോ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്സിലേക്ക് ഷഫിളായി മാറുക. ഇതിപ്പോ ഫസ്റ്റ് നമ്മുടെ ഡാഷ്ബോർഡ് വ്യൂ. അതിലേക്ക് നമ്മളിപ്പം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ മോർണിംഗിൽ ഇവിടെ ടൈം വെച്ചേക്കുന്നത് നമ്മുടെ MNCയിൽ MIT ഇടാനായിട്ടുള്ള ടൈം കൊടുത്തേക്കുന്നത് 10 o'clock ആണ്. സോ 10 o'clock കഴിഞ്ഞ് 10:01 ആയി കഴിയുമ്പോഴത്തേക്ക് തൊട്ട് പിന്നെ അത് എംപ്ലോയീസിന് നമ്മളുടെ റൂൾ പ്രകാരം നമ്മൾ 12 o'clock വരെയാണ് ലേറ്റ് ആയിട്ടും എംപ്ലോയീസിന് വേണമെങ്കിൽ ഇപ്പൊ 10 മണിക്ക് ചിലപ്പോൾ മിസ്സായി പോകുന്ന എംപ്ലോയീസ് ആണ്, അവർക്ക് ലേറ്റ് എൻട്രി ആയിട്ട് ഇടുകയും ചെയ്യാം. അതും കഴിഞ്ഞ് നമ്മൾ 12 മണി കഴിഞ്ഞ് മോർണിംഗത്തെ MIT സ്വീകരിക്കുന്നതല്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റൂളായിട്ട് നമ്മൾ MNC ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഓൺ ടൈമിൽ ഇടുന്ന ടൈമിൽ ഓൺ ടൈമിൽ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടീമിൽ ഏതൊക്കെ എംപ്ലോയീസ് ആണ് ഓൺ ടൈമിൽ ഇട്ടേന്നുള്ളത് ടൈം സഹിതം അഡ്മിന് കാണാനായിട്ട് സാധിക്കും. സോ അഡ്മിൻ ജസ്റ്റ് കയറിയിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓൺ ടൈമിൽ എത്ര എംപ്ലോയീസ് ആണ് അവരുടെ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിൽ ഇവിടെ MITs സബ്മിറ്റ് ചെയ്തേന്നുള്ളത്. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് 10 മണിക്ക് ശേഷം ഒരു ഇതില് ലേറ്റ് സബ്മിഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ താഴേക്ക് വരുമ്പോൾ ആരാണ് ആ ലേറ്റ് ആയിട്ട് ഇട്ട എംപ്ലോയി എന്നുള്ളത് ഡീറ്റെയിലും കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ മോർണിംഗില് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആരാണ് ഇതുവരെയും ഇപ്പൊ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മളിവിടെ 12 മണി ആയിട്ടില്ല ഇപ്പൊ കറന്റ്. സോ കറന്റ് ഇപ്പം അതുവരെയും ഇതുവരെ അവർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റിലേക്ക് കയറും. ലേക്കിലേക്ക് കയറി കഴിഞ്ഞാലും ഇത് നമുക്കുള്ള ഒരു പോയിന്റ് സിസ്റ്റം നമ്മളിവിടെ അതിനെക്കുറിച്ച് ബാക്കി പറയാം. ഇതിപ്പോ ഈ കറന്റ് ഇപ്പൊ മിസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ OTT ആണ്, ഓർഗനൈസ് ടുമാറോ ടുഡേ. അതിലേക്ക് ഏതൊക്കെ എംപ്ലോയീസ് ആണ് OTT ഇടുന്നതെന്നുള്ളതിന്റെ ഒരു ഡാഷ്ബോർഡ് വ്യൂ ഇവിടെ നമുക്ക് കാണിക്കുന്നതാണ്. സോ അത് നമ്മളിപ്പോ കറന്റ് നമ്മുടെ റൂൾ പ്രകാരം നമ്മളിവിടെ ഒരു ലീഡർ ബോർഡ് മാത്രമേ മേടിച്ചു വെച്ചിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ MITയിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ടീം ബേസ് ഓരോരുത്തരുടെയും ഇവിടെ ലിസ്റ്റ് ആവുന്നതായിരിക്കും. സെക്ഷൻ കൊടുത്തേക്കും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇപ്പൊ ഏത് ടീമിന്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏത് ടീമിന്റെ ആയാലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ അന്നത്തെ ദിവസം ഏതൊക്കെ എംപ്ലോയീസ് ആണ് ഇവിടെ MIT ഇട്ടിട്ടുണ്ടെന്ന് അഡ്മിന് വ്യൂ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ കലണ്ടർ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. കലണ്ടർ ക്ലിക്ക് ചെയ്ത് അഡ്മിന് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസത്തെ MIT ഒന്ന് കാണണമെന്നുണ്ട്, ആ ടീമിലെ എംപ്ലോയീസിന് കാണണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ഇവിടെ കലണ്ടർ മാറ്റി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവര് മോർണിംഗിലും ഈവനിങ്ങിലും ഇട്ട് MITസിന്റെ ലിസ്റ്റ് ഔട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഫ്രണ്ടില് മെയിൻ ഡാഷ്ബോർഡ് വ്യൂവിനകത്താണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഡേറ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തലേദിവസം ഏതൊക്കെയാണ് ഇപ്പൊ എല്ലാ ദിവസവും അഡ്മിന് ചെക്ക് ചെയ്യണമെന്നില്ല. തലേദിവസം പിറ്റേ ദിവസം കയറിയിട്ടാണെങ്കിൽ അഡ്മിൻ അത് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അവിടെ ഏതൊക്കെ എംപ്ലോയീസ് ആണ്
അന്നത്തെ ദിവസം MIT ഇട്ടേന്നുള്ളതിന്റെ ഡേറ്റ അവർക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിപ്പോ തലേ ദിവസം MITയുടെ ഇതാണ്. മോർണിംഗില് മോർണിംഗില് 42 എംപ്ലോയീസ് ആണ് ഇട്ടിരുന്നത്. ഈവനിങ്ങിൽ 38 ആണ്. ഓൺ ടൈമിൽ ഇട്ട എംപ്ലോയീസിനാണ് ഇവിടെ ഓൺ ടൈമിൽ കാണിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഓൺ ടൈം ഉൾപ്പെടെ ഉള്ള ഡേറ്റ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഒരു എംപ്ലോയി ലേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ആ ഡേറ്റ ഇവിടെ കാണിക്കുന്നതാണ്. അതുപോലെ മിസ്ഡ് ആയിട്ടുള്ള ഈവനിങ്ങിലും മോർണിംഗിലും മിസ്ഡ് ആയിട്ടുള്ളത് ആ ഇത് ഡേറ്റയും നമുക്ക് ഇവിടേക്ക് കാണിക്കുന്നതായിരിക്കും. സോ അടുത്തതായിട്ട് പറയുന്നത് റിവ്യൂവറിന്റെ സെക്ഷൻ ആണ്. നമ്മുടെ ഇവിടെ റിവ്യൂ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡേ, ഇപ്പം ഇന്ന് 3rd ആണെങ്കിൽ ഫോർത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് 8 o'clock വരെയാണ് നമ്മുടെ ഒരു ടൈം ഷെഡ്യൂളിങ് കൊടുത്തേക്കുന്നത്. സോ അതിനിപ്പുറം അവർക്ക് റിവ്യൂവേഴ്സിന് റിവ്യൂ ചെയ്തിട്ട് ഇവിടെ അവിടെ ആ റിവ്യൂ വരും. എന്ന് വെച്ചാൽ ഓരോ ടീമിലും അവർക്ക് ഒരു റിവ്യൂവർ കാണും. ഇപ്പൊ നമ്മൾ ഓരോ ടീം ചൂസ് ചെയ്യുന്ന സമയത്തും റിവ്യൂവർ ആരാണെന്നുള്ളതിന്റെ ഒരു നെയിം നമ്മൾ അത് സെറ്റിംഗ്സിലാണ്. അവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് അഡ്മിൻ ഡാഷ്ബോർഡിൽ നിന്നാണ് ഇതെല്ലാം കൊടുക്കുന്നത്. നമ്മൾ അലോക്കേഷൻസ് എല്ലാം അത് നെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കാണിക്കാം. ഇതിപ്പോ ജസ്റ്റ് വർഗീസ് ആണ് ഈ ഗ്രൂപ്പിലെ റിവ്യൂവർ എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ റിവ്യൂ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം നെക്സ്റ്റ് തലേ ദിവസത്തെ റിവ്യൂ ആണ് ഇത് നമ്മൾ ചൂസ് ആക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തേക്ക് റിപ്പോർട്ടിനകത്ത് ഇത് കാണുന്നത്. അപ്പൊ ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് റിവ്യൂവേഴ്സിന്റെ ആരാണ് അന്നത്തെ ദിവസം റിവ്യൂ ചെയ്തെന്നുള്ളതിന്റെ ഇത് കിട്ടും. ഇതിൽ കറന്റ് നമ്മുടെ ഓഫീസിൽ ഇന്നലത്തെ ദിവസം ഒരു റിവ്യൂവർ ആണ് റിവ്യൂ ചെയ്തേക്കുന്നത്, വിദ്യ ബി ഭട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ആ റിവ്യൂവറിന്റെ ഇതിനകത്ത് ഡെൽവിൻ എന്ന് പറയുന്ന എംപ്ലോയി ആണ്. അവരുടെ ടീമില് 4 എംപ്ലോയീസ് ആണ് ഉള്ളത്. അതിൽ ഡെൽവിനെയാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ആ സെക്ഷനിൽ റിവ്യൂവറിനെ എപ്പോഴും പോയി ടീമിൽ പോയിട്ട് ആരൊക്കെയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് റിവ്യൂവറിന്റെ അകത്ത് നിന്ന് കയറി കഴിയുമ്പോൾ അവരുടെ ഡാഷ്ബോർഡ് അവർക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് അഡ്മിന്റെ ഡാഷ്ബോർഡ് ആണ്. അഡ്മിനാണ് ഇതെല്ലാം കാണണ്ട അഡ്മിൻ ഇതെല്ലാം ഫുൾ ഇതിന് മേശേണ്ട ആയിരിക്കുന്ന ഓവറോൾ റിവ്യൂ കണ്ടാൽ മതി. ഇപ്പൊ ഡെൽവിനെയാണ് ഇവിടെ ഡെൽവിന്റെ വോയിസ് കേട്ടിട്ട് അതിൽ നിന്നും എല്ലാ എംപ്ലോയീസിന്റെയും വോയിസ് കേട്ടിട്ട് അതിൽ നിന്ന് ഡെൽവിനെ പിക്ക് ചെയ്തേക്കുന്നതിന്റെ വോയിസ് നോട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തൊട്ട് താഴെ തന്നെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ റിവ്യൂവർ കൊടുത്ത ഈ ഫീഡ്ബാക്ക് ആണ് ഈ താഴെ ലിസ്റ്റ് ആയിട്ടുള്ളത്. ഇതും ഓപ്ഷനിലാണ്. അഡ്മിനെ ഇത് നിർബന്ധമില്ല, കാണുമ്പോൾ മാത്രം കണ്ടാൽ മതി. സോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെഡ്യൂൾ ആണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ HODസിന് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. സോ അവരുടെ റിവ്യൂയിങ് ഷെഡ്യൂൾ ആണ് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് HODസ് ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ എംപ്ലോയി എന്നുള്ള രീതിയിൽ അവർക്ക് NITs OTT സബ്മിഷൻ ഇല്ല. അവർക്ക് നമ്മുടെ MNC ഫോളോ ചെയ്യുന്ന ഒരു റൂൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഈ റിവ്യൂ ഷെഡ്യൂൾ. അവർക്ക് HODs തമ്മിൽ ആരൊക്കെയാണ് അന്നത്തെ MIT എന്തൊക്കെയാണ് അതിലെ ആരായിരുന്നു ബെസ്റ്റ് പെർഫോമർ എന്ന് ചൂസ് ചെയ്യാനുള്ള നമ്മളിവിടെ ഒരു ഷെഡ്യൂൾ പോലെ ചെയ്തു വെച്ചേക്കുന്നത്. ഇന്ന ദിവസം ഇന്ന ആരായിരിക്കും എന്നുള്ള രീതിയിൽ. അടുത്തത് ഡെയിലി റിപ്പോർട്ട്സ് ആണ്. ഡെയിലി റിപ്പോർട്ട്സും നമ്മൾ അന്നത്തെ ഡെയിലിയിൽ കൊടുത്തേക്കുന്ന റിപ്പോർട്ടിന്റെ ബേസിലുള്ള ഡേറ്റ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതും നമ്മൾ ഒരു ഡേ ബാക്കിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇന്നലത്തെ ഡേറ്റ ആണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ ഡേറ്റ കിട്ടണമെങ്കിൽ ഇന്ന് മോർണിംഗിൽ ഈവനിങ്ങിൽ ഇട്ടതിന്റെ മാത്രമേ നമുക്ക് നാളത്തേക്ക് റിവ്യൂവർക്ക് നൈറ്റിലേക്ക് റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ നമ്മൾ എടുക്കുന്ന ടൈമില് ഇവിടെ ഈ സെക്ഷനിൽ ഒരു ഡെയിലിയിൽ ആയപ്പോഴത്തേക്ക് ഇന്നലെ റിപ്പോർട്ട് ബാക്കിയുള്ള ഇതിനകത്ത് വിദ്യ എന്ന് പറയുന്ന റിവ്യൂവർ ആണ് റിവ്യൂ ചെയ്തേക്കുന്നത്. ഇവിടെ ആ റിവ്യൂ ചെയ്തേക്കുന്നത് സമ്മറി നോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾക്ക് അഡ്മിനെ മറ്റേ താഴേക്ക് റിവ്യൂ ചെയ്തേക്കുന്ന ആ ഓപ്ഷൻ ഇവിടെ കറന്റ് കൊടുത്തിട്ടില്ല. നമുക്ക് ഏത് വേണമെങ്കിലും ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്കത് ഓൾട്ടർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാ പേജിലും എല്ലാ കണ്ടന്റ് ഒരേപോലെ വരേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവിടെ കറന്റ് അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത്. സോ ഇത് റിവ്യൂവർ സമ്മറി ചെയ്യുന്ന വോയിസ് നോട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടും നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ടുള്ള
നമ്മുടെ MITയുടെ ലീഡർ ബോർഡ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ. അപ്പം ഇത് ഈ മന്തിലാണ്, പ്രീവിയസ് മന്തിലെ കാണിക്കാം. അതാകുമ്പം ഫുൾ ഡേറ്റാസ് അതിനകത്തുണ്ട്. ഇത് നമ്മൾ 1-ാം തീയതി തൊട്ട് കഴിഞ്ഞ മാസം ജൂൺ 1 തൊട്ടുള്ള ഡേറ്റാസ് എല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതില് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഇതെല്ലാം നമ്മൾ കൗണ്ട് എടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിൽ പറഞ്ഞ് കോഡ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഇത് പിക്ക് ചെയ്തോളും. ആ ടൈം കഴിയുമ്പോൾ തന്നെ ആരാണ് ലേറ്റ് ആയിട്ട് ഇട്ടത്, ആരാണ് ഓൺ ടൈമിൽ ഇട്ടത്, ആരാണ് ഇടാത്തത് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഗ്രീൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇട്ട എംപ്ലോയീസ്, ഓൺ ടൈമിൽ ഇട്ട എംപ്ലോയീസിനാണ് നമ്മൾ ഗ്രീൻ കൊടുത്തേക്കുന്നത്. ലേറ്റ് ആയിട്ട് ഇടുന്നവരെ നമ്മൾ ഓറഞ്ച് എന്നുള്ള രീതിയിലാണ്, ഇട്ടിട്ടേ ഇല്ലാത്തവരെ നമ്മൾ എന്താണ് മിസ്സാക്കിയവരെ റെഡ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. താഴെ നമ്മൾ ഇവിടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇപ്പൊ ഗ്രീൻ ആയിട്ട് ഇട്ടേക്കുന്നത് 6 എംപ്ലോയീസ് ആണ്. ആ 6 എംപ്ലോയീസിന് ഓരോ ഡെയിലി ഇടുന്ന അനുസരിച്ച് അവർക്ക് ഓരോരോ പോയിന്റ്സ് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ദിവസം എംപ്ലോയി മിസ്സാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പെനാൽറ്റി കയറിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് നമ്മുടെ ടേബിൾ. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എടുക്കുന്ന ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട പോയിന്റ് നമ്മൾ ഇവിടുത്തെ റൂൾ പ്രകാരം കൊടുത്തേക്കുന്ന ഇതെന്ന് പറയുന്നത് 5 പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ എല്ലാ മന്തിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്ന എംപ്ലോയീസിന് നമ്മൾ ഇവിടുന്ന് ഒരു 11 പോയിന്റ് അവർക്ക് 30 ദിവസം ഇട്ടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 11 പോയിന്റ്സ് അവരുടെ ടേബിളിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അതിന്റെ ടോട്ടൽ സ്കോർ ആണ് ഇവിടെ സൈഡിൽ കാണിക്കുന്നത്. ഇത് നമ്മൾ ഈ കാണിക്കുന്ന 30 സ്കോർ എന്ന് പറയുന്നത് അവർ ഓരോ ദിവസം ഇടുന്നതിന്റെ സ്കോറും, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഓരോ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് റിവ്യൂവർ തിരഞ്ഞെടുക്കുന്ന ആ 5 പോയിന്റ്സ് അവർക്ക് റിവ്യൂവർ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് എംപ്ലോയിന്ന് ചൂസ് ചെയ്യുന്ന ടൈമിൽ അത് നമ്മുടെ ലീഡർ ബോർഡിലേക്ക് കിട്ടുകയും ചെയ്യും. നമുക്കത് എംപ്ലോയിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എംപ്ലോയിക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെല്ലുകയും ചെയ്യും. ഇവിടെ ഇത് 30 ദിവസം കൺസിസ്റ്റന്റ് ഇടുന്ന എംപ്ലോയീസിന് വരുന്ന 11 പോയിന്റ്സും ഇവിടെ കാണിക്കുന്നത് ഇതെല്ലാം കൂടെയുള്ള ടോട്ടൽ പോയിന്റ്സും ആണ് ഈ സൈഡിൽ കാണിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ലേറ്റ് ആയിട്ട് ഏത് എംപ്ലോയി മുമ്പ് ഡെഫിനറ്റ്ലി ഡാഷ്ബോർഡിൽ കാണിച്ചതിന്റെ കൂട്ട് ലേറ്റ് ആയിട്ട് ഇടുന്ന ഇവിടെ ലേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ റെഡ് കാണിച്ചേക്കുന്നത് അവര് മിസ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മിസ്ഡ് എന്നുള്ളതിന്റെ ഡേറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ സെക്ഷനിൽ കാണിക്കുന്ന ടീംസ് ആണ്. ഇപ്പൊ കറന്റ്ലി നമ്മൾ പുതിയ മന്ത് സ്റ്റാർട്ട് ആക്കിയേക്കാണ്. അപ്പൊ ഓരോ ടീമിലും ഏതൊക്കെ മെമ്പേഴ്സ് ആണ് എന്നുള്ളതിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് അതുപോലെ ഒരു കാര്യം ലീഡർ ബോർഡിൽ വിട്ടുപോയത് നമുക്ക് പറയാനായിട്ട് നെക്സ്റ്റ് മന്തില് നമ്മൾ ആക്ച്വൽ ലീഡർ ബോർഡ് ഓൾറെഡി ഉള്ള ഡേറ്റ തന്നെയാണ്, വേറെ ഇതൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ലീഡർ ബോർഡ് ഷീറ്റ് നമ്മൾ ഇതിപ്പോ ഡെയിലി ഷീറ്റ് തന്നെ കാണിച്ചേക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് ഈ റെഡ് ബോർഡ് ചിലർക്ക് ഇപ്പം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് സ്ക്രോൾ ചെയ്തിട്ടായാലും അവിടെ നമ്മളൊരു ഒരു ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാർഡ്സ് ആയിട്ട് ഇത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കാർഡ് ചൂസ് ചെയ്യുന്ന ടൈമില് ഇവിടെ ആരാണ് ഫസ്റ്റ് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്നതിനകത്ത് ഏത് എംപ്ലോയി ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ട് നിൽക്കുന്നവരുടെ ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 6 കണ്ടിന്യൂസ് ആയിട്ട് 6 മെമ്പേഴ്സിന്റെ ആ ഒരു ഡേറ്റ കാണിക്കുന്നുണ്ട്. ഏത് എംപ്ലോയി ആണ് ഒരെണ്ണം ലേറ്റ് ആയിട്ട് ഇട്ടത്, ഏതാണ് 2 ദിവസം അടുത്തത് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഏത് എംപ്ലോയിക്കാണ് ഇവിടെ ഒരു റെഡ് വന്നേക്കുന്ന എത്ര എംപ്ലോയി ആണ്, 2 റെഡ് വന്നേക്കുന്ന ഏതൊക്കെ എംപ്ലോയി ആണ്, അതുപോലുള്ള ഡേറ്റാസ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ലീഡർ ബോർഡ് തന്നെയാണ്. ജസ്റ്റ് ഒരു പ്രീവ്യൂ, ഒരു പെട്ടെന്ന് അഡ്മിന് പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അടുത്തത് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഷീറ്റിനകത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ CSV ഫയലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ ഈ കാണുന്ന ലീഡർ ബോർഡ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ
കൊടുത്തേക്കുന്നത്. ഇപ്പം ഡൗൺലോഡ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആയി കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ ആർക്ക് വേണമെങ്കിലും, ഇപ്പം അഡ്മിൻ വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിനായിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്തെടുക്കാനും പറ്റും. നെക്സ്റ്റ് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ടീംസ് എന്നുള്ള സെക്ഷനാണ്. ഇവിടെ ഓരോ ടീംസിലും ടീംസിലും എത്ര മെമ്പേഴ്സ് ആണ് ഇപ്പൊ കറന്റ് ഉള്ളതെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ആണ്. അതിൽ നമുക്ക് അത് ഇപ്പൊ ഫസ്റ്റ് ഇവിടെ നമ്മുടെ ടീം വാരിയേഴ്സ് ആണെങ്കിൽ ഇവിടെ ടീം അച്ചീവേഴ്സ് സെലക്ട് ചെയ്ത ടൈമിൽ ആരൊക്കെയാണ് ആ ഗ്രൂപ്പിലുള്ളത് എന്നുള്ളതിന്റെ ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്തത് നമ്മുടെ ഹിസ്റ്ററി ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ഈ ടീം എത്ര മെമ്പേഴ്സ്, എത്ര സബ്മിഷൻസ്, എത്ര മിസ്ഡ് ആയിട്ടുണ്ട്, എത്ര റിവ്യൂ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഡേറ്റ മാത്രമാണ് ഒരു ഹിസ്റ്ററി പോലെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇത് ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ പോയിന്റ്സ്, ഇപ്പൊ കറന്റ് എത്ര നെഗറ്റീവ്സ് വീണ് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മള് റൊട്ടേഷൻസ് എന്ന് പറഞ്ഞ കൊടുത്തേക്കുന്നത് നമ്മുടെ HODസിന്റെ ആ ഒരു റിവ്യൂവിന്റെ ഇതാണ് നമ്മളുടെ റൊട്ടേഷൻ എന്നുള്ളത് കൊടുത്തേക്കുന്നത്. ഇത് സ്കോർ എന്നുള്ളത് എടുക്കുന്നത് നമ്മുടെ ലീഡർ ബോർഡ് തന്നെയാണ്. ഇപ്പൊ കറന്റ് ഏത് മെമ്പറാണ് ഇവിടെ ടോപ്പിൽ നിൽക്കണ എന്നുള്ളതിന്റെ ഒരു ഡേറ്റയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെയുള്ള എല്ലാ മന്ത്ലി ഡേറ്റാസും ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് നമ്മളിവിടെ ഡേറ്റാസ് കീപ്പ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മളുടെ ഓരോ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾ ഇപ്പൊ വേറെ അടുത്ത് വേറെ രീതിയിലായിരിക്കും ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെയാണ് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പൊ മോർണിംഗ് ഡെഡ് ലൈൻ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് 10 AM ആണ്. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടുള്ള നമ്മൾ ഡെഡ് ലൈൻ ഇവിടെ കൊടുത്തേക്കുന്നത് 12 PM ആണ്. ഈവനിങ്ങിന്റെ ടൈം നമ്മളിവിടെ കൊടുത്തേക്കുന്നത്, ഈവനിങ്ങിൽ നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ 8 PM ആണ്. അതാണ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ. അതിനിപ്പുറം 8:01 ആയി കഴിഞ്ഞാൽ അത് ലേറ്റ് എന്നുള്ള രീതിയിലേ കൗണ്ട് ആക്കത്തുള്ളൂ. ഈവനിങ് ലേറ്റ് കട്ട് ഓഫ് ടൈം ആയിട്ട് ലേറ്റിന്റെ കട്ട് ഓഫ് ആണ്. ഇത് ലേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് വേണമെങ്കിലും MIT ഇടാവുന്നത് 10 മണി വരെയാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ നെക്സ്റ്റ് റിവ്യൂവറിന്റെ റിവ്യൂ ചെയ്യാനുള്ള ടൈമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റിവ്യൂവർ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെയാണ് നമ്മുടെ ഇവിടെ റിവ്യൂവർ. ഇത് ഓപ്ഷനിലാണ്, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിവ്യൂവർ സൈക്കിൾ. ഈ വെച്ചാൽ നമ്മുടെ ഓഫീസിൽ ഈ റിവ്യൂസ് ഓരോ ടീമിലും ഇടുന്ന എംപ്ലോയീസിന്റെ റിവ്യൂ ചെയ്യുന്നത് അഡ്മിൻ ആണ്. അതിന്റെ പ്രിവിലേജ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഈ റിവ്യൂ ചെയ്യുന്ന റിവ്യൂവേഴ്സിന് അഡ്മിൻ രണ്ടാമത് റിവ്യൂ ചെയ്യുന്നു. ഇപ്പൊ ഒരു ദിവസം ഇപ്പോൾ നമുക്ക് ടോട്ടലി 10 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഈ 10 ഗ്രൂപ്പ്സിലെയും റിവ്യൂ ചെയ്ത റിവ്യൂവറിന്റെ ആ ഫൈനൽ ആയിട്ടുള്ള വോയിസ് അഡ്മിൻ ഇവിടെ പ്രൊജക്ട് ചക്ര സെന്റിനൽസ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് കറന്റ് അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇന്നത്തെ നമ്മുടെ ഡേറ്റിൽ ആരും റിവ്യൂ ചെയ്തേക്കും. അതിൽ നമ്മുടെ വന്ന് നമ്മൾ ഡേറ്റ് സെലക്ഷൻ മാറ്റുന്നു. ഡേറ്റ് സെലക്ഷൻ മാറ്റി കഴിയുമ്പോഴത്തേക്ക് റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്ത വോയിസ് നോട്ട് ആയിരിക്കണം നമുക്കിവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. സോ ഇതിവിടുന്നാണ് നമുക്ക് അങ്ങടേക്ക് ഇത് ഡേറ്റ വരേണ്ടത്. ഇതിപ്പോ കറന്റ് വിദ്യ എന്ന് പറയുന്ന റിവ്യൂവർ ആണ് 2 ദിവസവും റിവ്യൂ ചെയ്തിട്ട് അതില് ഫൈനൽ നോട്ടായിട്ടുള്ള ഇവിടെ അഡ്മിന് കാണാൻ പറ്റുന്നത്. ഈ ഒരു സെക്ഷനിൽ അഡ്മിന് ഇപ്പം ഓരോ എംപ്ലോയീസ്, ഇത് ഓരോ റിവ്യൂവറിന്റെ റിവ്യൂസ് ആണ്. എംപ്ലോയീസിന്റെ അല്ല, റിവ്യൂവർ. ഓരോ ഗ്രൂപ്പിലെ മെയിൻ എംപ്ലോയീസിനെ റിവ്യൂ ചെയ്യുന്ന റിവ്യൂവറിന്റെ ഫൈനൽ നോട്ടാണ്. ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് തിരഞ്ഞെടുക്കുന്ന നോട്ടാണ് നമ്മുടെ ഇവിടേക്ക് ഈ അഡ്മിനെ ഈ ഒരൊറ്റ പേജിലേക്ക് റീഡയറക്റ്റ് ആയി കിട്ടുന്നത്. സോ ഇവിടുന്ന് വേണം അവർക്ക് അഡ്മിൻ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഇവിടെ വീക്കിലി ആണ് റിവ്യൂവേഴ്സിനെ റിവ്യൂ ചെയ്യുന്നത്. സോ അത് കാരണം റിവ്യൂ ചെയ്യുന്നത് അവിടുന്ന് ഇത് കേട്ടിട്ട് അഡ്മിന് തിരിച്ചൊരു റിവ്യൂ നോട്ട് കൊടുക്കാനും അഡ്മിന് ആ റിവ്യൂവേഴ്സിന് ഒരു പോയിന്റ് കൊടുത്തിട്ട് ഒരു ലീഡർ ബോർഡ് എന്ന രീതിയിൽ
ആരാണ് അഡ്മിൻ ഇവിടെ പോയിന്റ് കൊടുക്കുന്ന ആ കൊടുക്കുന്ന പോയിന്റ്സ് ആയിരിക്കണം ഇവിടെ സെപ്പറേറ്റ് ലീഡർ ബോർഡാണ് ഇവിടെ ഇത് ലിസ്റ്റ് ഔട്ട് ആവുന്നത്. അത് നമ്മുടെ മാനേജില് ഈ ഒരു നമ്മുടെ ഈ സെക്ഷൻ കണ്ടതുകൊണ്ടാണ് ജസ്റ്റ് ഇത് പിന്നെ പറയാനായിട്ടിരുന്നതാണ് നമ്മൾ ഇവിടെ ഇപ്പം ഇടയ്ക്ക് നമുക്കൊരു പറഞ്ഞു എന്നുള്ളത്. സോ ഇത് നമ്മൾ ആ റിവ്യൂവേഴ്സിനെ നമ്മളിപ്പോ വീക്കിലി ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ റിവ്യൂവർ റിവ്യൂ ചെയ്യുന്നത് അഡ്മിൻ റിവ്യൂവേഴ്സിനെ റിവ്യൂ ചെയ്യുന്നത് വീക്കിലി ആണ്. അതിനകത്ത് നമ്മൾ എടുക്കുന്ന നോട്ട് എന്ന് പറയുന്നത് മൺഡേ ടു സാറ്റർഡേ ആണ്. സാറ്റർഡേ വരെയുള്ള നോട്ട് അഡ്മിൻ സൺഡേ റിവ്യൂ ചെയ്യുന്ന രീതിയിലാണ്. ഇത് കസ്റ്റമൈസബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഡേറ്റ് നമുക്ക് ഇവിടുന്ന് ഫ്രണ്ട് ഡേറ്റും ഡ്യൂ ഡേറ്റും പിക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എല്ലായിടത്തും അഡ്മിൻ റിവ്യൂ ചെയ്യുന്നത് ചിലപ്പം ഡെയിലി റിവ്യൂ ചെയ്യുന്നിടം കാണും, ചിലപ്പോൾ മന്ത്ലി റിവ്യൂ ചെയ്യുന്ന കാണും, ചിലപ്പോൾ വീക്കിലി റിവ്യൂ ചെയ്യുന്ന കാണും. ഇപ്പൊ നമ്മളിവിടെ ഡെയിലി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സക്ര സെന്റിനേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ അഡ്മിന്റെ, അവിടേക്ക് ഡെയിലി ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അഡ്മിന് ഡെയിലി തിരിച്ച് റിവ്യൂവേഴ്സിനെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡേറ്റ ട്രാൻസ്ലേറ്റ് ആയിട്ട് ഡെയിലി ആയിട്ടുള്ള ഡേറ്റാസ് വന്നുകൊണ്ടേയിരിക്കും. കറന്റ് ഇത് ഫസ്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മളുള്ള സെറ്റിംഗ്സില്. ഇത് പെർഫോമേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലെ റിവ്യൂവർ ആണ് ഇപ്പം റിവ്യൂ കറന്റ് ചെയ്തേക്കുന്നത്. സോ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ നമ്മളിപ്പം ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ വീക്കിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് നമ്മൾ ഇവിടേക്ക് റീഡയറക്റ്റ് ആയി കാണിക്കും. അപ്പം അഡ്മിനെ ഡെയിലി കിട്ടുന്ന രീതിയിലാണ് ചൂസ് ആയി വന്നേക്കുന്നത്. സോ ഇതിപ്പം ഡെയിലിയുള്ള ഓപ്ഷനിൽ റിവ്യൂ ചെയ്യാത്തതിന്റെ പേരിലാണ് ഇവിടെ ഡേറ്റ കാണിക്കാത്തത്. ഇത് ഫസ്റ്റ് നമ്മുടെ വീക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഇത് റിവ്യൂവേഴ്സിനെ റിവ്യൂ ചെയ്യുന്ന ഒരു ടാഗ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പേജ് ഇതെന്ന് പറഞ്ഞു തന്നാല്. ഇതും നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ്, അത് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി കിട്ടും, വീക്കിലി കിട്ടും, മന്ത്ലി ഉള്ള ഡേറ്റയെ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പോയിന്റ്സിന്റെ കോൺഫിഗറേഷൻ കൊടുത്തേക്കുന്നത് ഓൺ ടൈമിൽ ഇടുന്ന എംപ്ലോയീസിന്, ഇത് നമ്മുടെ M18 ആണ് പോയിന്റ്സ് കോൺഫിഗറേഷൻ കൊടുത്തേക്കുന്നത്. ഓൺ ടൈമിൽ ഇടുന്നതിന് ഒരു പോയിന്റ്, പെനാൽറ്റി ഓൺ ടൈമിൽ പ്രസന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ലേറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇത് മിസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആണ്. ബെസ്റ്റ് പെർഫോമറിന് നമുക്ക് 5 ആണ് കൊടുത്തേക്കുന്നത്. എത്ര നമുക്ക് ഇത് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന റൂള്, എത്ര ആർക്ക് എന്ത് വേണം നമ്മൾ ഇപ്പൊ വേറെ എടുത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 10 പോയിന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അതിന്റെ രീതിയിൽ നമ്മൾ ഇവിടെ ഡേറ്റാസ് എഡിറ്റബിൾ ആണ്. ബെസ്റ്റ് റിവ്യൂവറിന് 5 പോയിന്റ്സ്, വീക്കിലി റിവ്യൂ ചെയ്യുന്നതിന് 15 പോയിന്റ്സ്, മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ 50 പോയിന്റ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് 30 ദിവസവും എംപ്ലോയീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് മാത്രമായിട്ട് ആഡ് ചെയ്യുന്നതാണ്. റിവ്യൂവർ ഒരു ദിവസം റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഓരോ ഗ്രൂപ്പിലും നമ്മൾ റിവ്യൂവേഴ്സിനെ കൊടുത്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് -11 പോയിന്റ്സ് ആഡ് ആവുന്ന ഒരു സെക്ഷനുമാണ് ഈ കിടക്കുന്നത്. ഇത് ടീം മാനേജ്മെന്റ് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതിപ്പം ഓരോ ഗ്രൂപ്പിലും ഉള്ള റിവ്യൂവറിനെ ആരാണ് റിവ്യൂ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ഇതാണ് സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പം നമ്മൾ ഓരോ ടീമിലും ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് ആരെയാണ് ഇവിടെ HOD ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിലെ. ബാക്കി അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് വർഗീസ് എന്ന് പറയുന്ന റിവ്യൂവർ ആണ്. അപ്പൊ റിവ്യൂ ഇവിടെ നമുക്ക് ഈ ഷീൽഡായിട്ടുള്ളതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി ആയിരിക്കും ആ ഗ്രൂപ്പിലെ റിവ്യൂവർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടത്തേക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും എംപ്ലോയി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണെങ്കിൽ റിമൂവ് ആയി പൊക്കോളും. ഇതുപോലെ തന്നെയാണ് താഴോട്ടുള്ള എല്ലാ ഗ്രൂപ്പിലും. ഇവിടെ ഇപ്പൊ എംപ്ലോയി മാനേജ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു എംപ്ലോയിനെ
ഒരു ടീമിലേക്ക് ഒരു എംപ്ലോയി പുതിയതായിട്ട് വരുവാണ്. ഇപ്പം ഓരോ ദിവസം ഓരോ വീക്കിൽ ചിലപ്പോൾ മന്ത്ലി ഓരോ വീക്കിലി നമുക്ക് ഇവിടെ എംപ്ലോയീസ് വരാറുണ്ട്. അപ്പൊ ഒരു എംപ്ലോയി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഫുൾ നെയിം, നമ്മൾ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി, ഏത് ടീമിലേക്കാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സെറ്റ് പാസ്വേഡ്. പാസ്വേഡ് ഇപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും മാനുവലി ആയിട്ട് ഇവിടെ കൊടുക്കുന്ന ടൈമിൽ അതൊരു പാസ്വേഡ് വേണേൽ കൊടുക്കുക. ഇവിടെ ആഡ് എംപ്ലോയിനെ ആഡ് ചെയ്ത് വിടുക. ആഡ് ചെയ്യുന്ന എംപ്ലോയിക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആവും. അവിടുന്ന് ആയിരിക്കും ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം. ഇവിടെ റിയാസൈൻ എംപ്ലോയി കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ദിവസം മാനുവലി ആയിരുന്നു എംപ്ലോയീസിനെ കാൽക്കുലേഷൻ ബേസിൽ ഇപ്പം ഒരു ടീമിലേക്ക് മന്ത് കഴിയുമ്പോഴത്തേക്ക് ടീമിലേക്ക് വിട്ടുകൊണ്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളത് ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഇതിപ്പം നമ്മുടെ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തേക്കുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ബേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്താവുന്നത്. ഇവിടെ ജസ്റ്റ് എംപ്ലോയീസിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് ആണ് ഈ കാണിക്കുന്നത്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. HOD ആക്കണമെന്നുണ്ടെങ്കിൽ HOD ആക്കാം. റിമൂവ് ഒരു ടീമിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീമിൽ നിന്ന് റിമൂവ് ആക്കാം. ഇത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇത് എംപ്ലോയിനെ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് താഴെ കൊടുത്തേക്കുന്നത് നമ്മുടെ അവിടുത്തെ ഒരു ഓഡിറ്റ് ലോഗ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഒരു ലോഗ് പോലെ കീപ്പ് ചെയ്യുന്ന ഒരു ഡേറ്റയുടെ ആരൊക്കെ എംപ്ലോയി എന്തൊക്കെ ഒരു കീപ്പ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മേലേക്ക് ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ സെക്ഷൻ ആണ്. ഇത് നമ്മുടെ അഡ്മിന്റെ പ്രൊഫൈലാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡ് ചേഞ്ച് ചെയ്യാം. ഡാർക്ക് മോഡ് വേണമെങ്കിൽ ഡാർക്ക് മോഡ് ആക്കാം. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൽ ഐ ഡി ആണ്. ഇവിടെ പിക്ക് വേണമെങ്കിൽ അഡ്മിന് പിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ പോസിബിൾ ആണ്, ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്.